ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിപ്പോൾ മസ്കത്തിലാണുള്ളത്. ഞാനും കുട്ടികളും ഹസ്ബൻഡും പിന്നെ ഞങ്ങളുടെ ഒരു അങ്കിളുമായിട്ട് നക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഒമാനിൽ ഇപ്പോൾ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് വേറെ ഇങ്ങനെ സ്ഥലത്തൊന്നും കറങ്ങാൻ പോകാൻ പറ്റില്ല, കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെള്ളമുള്ള സ്ഥലം നോക്കി പോകാമെന്ന് വിചാരിച്ചത്. മറ്റേ ബീച്ച് സൈഡൊക്കെ കാണാനും ഇതൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ഏപ്രിൽ വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റും. മെയ് കഴിയുമ്പോൾ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഈ നക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനും പറ്റും, അവർക്ക് കളിക്കാനും കുളിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഡേഞ്ചറായിട്ടുള്ള സ്ഥലമൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ നല്ല പീസ്ഫുള്ളാണ്. ഇവിടുത്തെ ഒമാനികളായാലും നമ്മുടെ ഇന്ത്യൻസ് ആയാലും ഒരേപോലെ വന്നു പോകുന്ന സ്ഥലമാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ വീട് മംഗലാപുരത്താണ് കേട്ടോ. മംഗലാപുരത്തു നിന്നാണ് ഞങ്ങൾ മസ്കത്തിൽ വെക്കേഷനായിട്ട് വന്നത്. ഹസ്ബൻഡിന് മസ്കത്തിൽ ബിസിനസ്സാണ്. അപ്പോൾ പുള്ളിക്കാരൻ നാട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെക്കേഷന് എല്ലാ പ്രാവശ്യവും വരുന്നത് ഇവിടെ ഒരു 2 മാസം പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെത്തി, നക്കലിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിന് ഇളം ചൂടായിരിക്കും. ഏത് കാലാവസ്ഥ വന്നാലും ഏത് തണുപ്പുള്ള സമയത്തും ഇവിടുത്തെ വെള്ളത്തിന് ചൂടായിരിക്കും. നമ്മൾ നോർമൽ പോകുന്ന വെള്ളത്തിനെല്ലാം തണുപ്പല്ലായിരിക്കും, ഇത് നല്ല ചൂടുള്ള വെള്ളമായിരിക്കും. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ചും മീനുകളാണ് കേട്ടോ. നമ്മളിങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വന്ന് ഇങ്ങനെ ക്ലീനാക്കി തരും. കാലൊക്കെ നല്ല ക്ലീനാക്കി പെഡിക്യൂർ ചെയ്ത് തരും. അപ്പോൾ സാധാരണ ഇവിടെ ഉള്ളവർക്കെല്ലാം ഒമാനിലുള്ളവർക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരണം കേട്ടോ. വെക്കേഷന് കുട്ടികളെയും കൊണ്ടുവരാനായിട്ട് പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ ഒരിച്ചിരി വെള്ളം കുറവായിട്ടാണ് തോന്നുന്നത്. ഒമാനിൽ നല്ല മഴ പെയ്തതായിരുന്നു, പക്ഷേ ഇവിടെയൊന്നും പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് വെള്ളം ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ നല്ല ശുദ്ധമായ പാറയുടെ ഇടയിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ വന്ന് എൻജോയ് ചെയ്യണം.